ഏതൊരു ഹിന്ദുക്കളുടെയും വീട്ടിലായാലും അതുപോലെ തന്നെ അമ്പലത്തിലായാലും നമ്മളെപ്പോഴും കാണുന്നതാണ് നെറ്റിപ്പട്ടം. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റിപ്പട്ടം വാങ്ങാൻ എത്ര രൂപയാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നെറ്റിപ്പട്ടത്തിന് നല്ല വില വരാറുണ്ട്. അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 6 മാസത്തെ ലീവിലിരിക്കുമ്പോഴാണ് എനിക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള മോഹം തോന്നിയത്. അപ്പോൾ പ്രസവം കഴിഞ്ഞ് ആ ഡിപ്രഷനൊക്കെ ലാണ് ഇരുന്നത്. അപ്പോൾ സിസേറിയൻ ടൈമിൽ സ്റ്റിച്ചൊക്കെ പഴുത്ത് ആകെ സീനായ സമയത്താണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കാമെന്ന്, അതായത് അതിൽ നിന്നും എങ്ങനെയെങ്കിലും റിക്കവർ ആവണം, അപ്പോൾ അതിനു വേണ്ടി എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു നെറ്റിപ്പട്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ മോളെ നോക്കണ്ട അല്ലെങ്കിൽ മോനെ നോക്കണ്ട, ഇവരെന്താണ് ഈ പറയണത്? അത് അതും ഇതും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. അതപ്പോൾ മോൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണ്ടാക്കും, പിന്നെ അമ്മയുടെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് ആരും വിചാരിക്കരുത്. നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ എനിക്ക് ഇതുണ്ടാക്കാൻ ഒരു 4 ദിവസം പിടിച്ചു. പിന്നീട് ഞാൻ നെറ്റിപ്പട്ടം എനിക്കിഷ്ടമായി ഉണ്ടാക്കാൻ, അങ്ങനെ പിന്നെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ 2-3 ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലാണ് ഇങ്ങനെ സെർച്ച് ചെയ്തത്. അപ്പോൾ കുറേ പേര് എൻ്റെ അമ്മായിമാരൊക്കെ പറഞ്ഞു വെറുതെ അതിൻ്റെ കാശ് കളയണ്ട, വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി വേണം നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ. 38 കോടി ദൈവങ്ങൾ ഈ നെറ്റിപ്പട്ടത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇത് ഹിന്ദുക്കളുടെ ഒരുവിധം എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലുണ്ടായിരിക്കും. ഇതൊരു പ്രത്യേക തരം ഭംഗിയുമാണ്, അതുപോലെ തന്നെ വളരെയധികം അലങ്കാരവുമാണ്. അതേപോലെ തന്നെ ഇതൊരു സത്യമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തി ഇറച്ചിയും മീനും മാംസങ്ങളും ഒന്നും കഴിക്കാതെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. മൂലഗണപതിക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ്. പിന്നെ അതുപോലെ ത്രിമൂർത്തികൾ വെക്കണം, പാർവതിയും ലക്ഷ്മിയും വെക്കണം, ശിവനെ വെക്കണം. പിന്നെ അതേപോലെ തന്നെ അഷ്ടവസുക്കളുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, പിന്നെ ഋഷികളുമുണ്ട്. ഇവരെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത്. 1 അടിയുടെ ഉണ്ട്, 2 അടിയുടെ ഉണ്ട്, 3 അടി, അങ്ങനെ ഫീറ്റിനനുസരിച്ചാണ് കാശ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് കിടപ്പായ കാരണം എനിക്ക് വാങ്ങാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നത് ഭർത്താവാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഓരോ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കൊറോണ ടൈമിലൊക്കെ ഞാൻ ബോട്ടിൽ ആർട്ടായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴിതാ ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അത്യാവശ്യം കുറച്ച് കാശ് അങ്ങോട്ട് പൊടിച്ച് കളഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി. അപ്പോൾ ഇത് ഇന്നുണ്ടാക്കി കഴിയും, നാളെ ഉണ്ടാക്കി കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കിത് ഉണ്ടാക്കും വേണം, വീഡിയോ എടുക്കും വേണം. ആരും വീഡിയോ എടുക്കാനില്ല, കാരണം മോളേനെ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് ഒട്ടിക്കണം, അതേപോലെ തന്നെ ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ തന്നെ പിടിച്ചത്. അപ്പോൾ എന്നെപ്പോലെ പോസ്റ്റ് ഡിപ്രഷൻ ഒക്കെ അനുഭവിച്ചിരിക്കുന്നവർക്കൊക്കെ, പിന്നെ അതേപോലെ തന്നെ മെൻ്റലി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതൊരു എന്താ പറയുക, ഇതൊരു ഒരു നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ സാധിക്കണേ. അപ്പോൾ കുറച്ച് ഇതിൻ്റെ കിറ്റ് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ കിറ്റ് ആദ്യം നമ്മൾ ഒരു ഗോൾഡൻ തുണിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു പേപ്പർ, പിന്നെ ഈ ലൈനിങ് വയ്ക്കുമ്പോൾ ഒരു പേപ്പർ വയ്ക്കും, അത് തുണിക്ക് കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ നെറ്റിപ്പട്ടം കുറച്ച് വണ്ണത്തിലുള്ളതാണ്. രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളത്
നല്ല നീളത്തിലുണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ ഫെഫി ബോണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഫെഫി ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് വിചാരിക്കും സാധാ പശ പോലെയാണ്. അത് അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൈ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങനെ നൂല് നൂല് പോലെ ആവട്ടെ. അപ്പോൾ സൂക്ഷിച്ച് വേണം വെക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുന്നത് മൂലഗണപതിനെയാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യണത്. അപ്പം മൂലഗണപതിനെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ത്രിമൂർത്തീനെ വെക്കണം. അപ്പം ഞാൻ അവിടെ ഒരു സ്റ്റാൻഡിലാണ് ക്യാമറ വെച്ചേക്കണത്. സ്റ്റാൻഡിൽ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണം, കിട്ടുന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ത്രിമൂർത്തീനെ വെക്കണം. അപ്പം ത്രിമൂർത്തികളെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളത് വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ലക്ഷ്മീനെ വെക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പാർവതീനെ വെക്കും. അപ്പോൾ നമ്മൾ പിന്നെ ശിവനെ വെക്കും. ഇതിലെ കുമിളകളാണ്. കുമിളകൾ വലുത് വാങ്ങാനും ചെറുത് വാങ്ങാനും കിട്ടും. ഞാൻ ചീതപ്പുളി ഉണ്ട്. ഈ ചീതപ്പുളിയൊക്കെ ലൂസായിട്ടാണ് ഞാൻ വാങ്ങിയത്. കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ചീതപ്പുളി അങ്ങനെ ഒറിജിനൽ അത് കട്ട് ചെയ്തിട്ട് അല്ലാതെ വട്ടത്തിൽ തന്നെ കിട്ടും. അതാണ് എളുപ്പം കേട്ടോ. അതാവുമ്പോൾ അധികം വർക്ക് എടുക്കണ്ടല്ലോ. ഇത് ചുമ്മാ കുറേ വെട്ടിയെടുത്ത് കയ്യിലും വശയാക്കി അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ ഗണപതി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗം അങ്ങോട്ട് വേഗം മുട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതും ബുദ്ധിമുട്ടായിരുന്നു. അടുത്തത് നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കും. അപ്പോൾ മൂലഗണപതി, അടുത്തത് ത്രിമൂർത്തി, പിന്നെ അടുത്തത് ലക്ഷ്മീനെയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ശിവനെയും പാർവതിയും എല്ലാവരും വെക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, തമാശയ്ക്കോ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട സംഭവമല്ല കേട്ടോ. ഇത് നല്ല വരുമാനമായിട്ട് എടുക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കിയത്, എവിടുന്ന സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് കുറേ പേര് ഇത് വീഡിയോ ഉണ്ടാക്കി ഇതുണ്ടാക്കിയിട്ട് വീഡിയോ അയച്ച് തന്നിട്ടുണ്ട്. സത്യസന്ധമായ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ വേറെ ചിലവരും ഇത് ബിസിനസ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ബൾക്ക് ഓർഡർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും വിളിച്ചിട്ട് ഒരു ഇന്ന ഡേറ്റിലേക്ക് ഒരു 10 എണ്ണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാറേ എനിക്ക് പറ്റില്ല. കാരണം ഇതെന്ന് പറയണത് ഭയങ്കര ക്ഷമയോടുകൂടിയും പിന്നെ അതുപോലെ വൃത്തിയോടുകൂടിയും പിന്നെ ഒരുപാട് ചിട്ടകളോടുകൂടിയും ചെയ്യേണ്ടതാണ്. പിന്നെ ഞാനൊരു വ്യക്തിയെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും ദിവസം കൊണ്ട് ഇതുണ്ടാക്കി കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഓർഡർ എടുത്തില്ല. എന്നിട്ട് ഞാൻ ആ ഓർഡർ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇതെന്ന് പറയുന്നത് വളരെ കുട്ടിക്കളിയായിട്ടുള്ളതോ അല്ലെങ്കിൽ തമാശയ്ക്ക് ചുമ്മാ ചെയ്യണതോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടി. എനിക്ക് ഒരു പക്ഷേ ആ ഓർഡർ കിട്ടിയെങ്കിൽ ഞാൻ പറയുന്ന ഒരു എമൗണ്ട് അവർ തരികയും ആ എമൗണ്ട് കൊണ്ട് എനിക്ക് അത്യാവശ്യം കാശൊക്കെ കിട്ടിയാൽ, പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം എനിക്ക് ടൈമും ഇല്ല. അതുപോലെ തന്നെ ക്ഷമ എന്ന് പറയുന്ന സാധനം കുറച്ച് കുറവാണ്. കാരണം മോളെ നോക്കലും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം കൂടി ആകുമ്പോൾ ഇതങ്ങനെ എളുപ്പത്തിലൊന്നും ഉണ്ടാക്കി കഴിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇത് തുടങ്ങാനോ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇത് കണ്ട് വീഡിയോ ഇത് പഠിച്ച് ഉണ്ടാക്കി തുടങ്ങുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിലെ സ്റ്റാറ്റസായും ഫേസ്ബുക്കിലെ സ്റ്റാറ്റസായും ഒക്കെ ആളുകൾ കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും, നന്നായിട്ടുണ്ടെന്ന് പറയും. കുറേ പേര് ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നൊക്കെ ചോദിക്കുക. അതിലൂടെ നമ്മൾക്ക് ഒരു സന്തോഷം കിട്ടും. ചിലവർ എന്നോട് ചോദിച്ചു, എന്താ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടീനെ നോക്കണതിന് പകരം ഇതാണോ, ഇതിനൊക്കെ എവിടെയാണ് ടൈമെന്ന്. ഇതിനൊക്കെ ടൈം ഉണ്ടോ, നമുക്ക് ടൈം വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. ഒരു പക്ഷേ ഇതുണ്ടാക്കി കഴിയാൻ 2 ദിവസം 2 രാത്രി 2 പകലും ഇരുന്നാൽ മതിയായിരിക്കും. പക്ഷേ മക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടൈം കൊണ്ട് ഓടി വന്ന് ഒട്ടിച്ച് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഒട്ടിക്കുന്നത് നവഗ്രഹങ്ങളെയാണ്. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അഷ്ടവസ്തുക്കളാണ്.
ഒട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വേണം വരുത്താൻ കേട്ടോ. പിന്നെ ചരടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പോയി വാങ്ങിയെടുക്കാം. വൈറ്റ് ഒന്നും യൂസ് ചെയ്യരുത്, കാരണം വൈറ്റൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ചെളിയാവും. അതുകൊണ്ട് വൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം റെഡ്, ഗ്രീന്, പിന്നെ യെല്ലോ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കുമിളകൾ വാങ്ങാൻ മറക്കരുത്. കാരണം ചെറിയ ചെറിയ കുമിളകൾ വാങ്ങിയാലാണ് നമ്മുടെ ഈ ഇടയിൽ ഒട്ടിക്കുമ്പോഴുണ്ടല്ലോ ചിലത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ചെറിയ ചെറിയ കുമിളകൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ കറക്റ്റായി കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ ഈ ഗോൾഡൻ കവർ യൂസ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗോൾഡൻ കവർ ആവുമ്പോൾ നമ്മളുടെ നടുവിലുള്ള ഗ്യാപ്പ് ആരും കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡൻ കവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് ചീതപ്പുളിയും അതുപോലെ തന്നെ ഇതും ഒരുമിച്ച് വരണത്. അത് വാങ്ങി വെക്കുകയാണ് നല്ലത്. പിന്നെ എല്ലാം ഒറ്റ നമ്പർ ആയിരിക്കും യൂസ് ചെയ്യണത്. 5 5 5 നവഗ്രഹങ്ങൾ, 5 അഷ്ടവസ്തുക്കൾ, പിന്നെ സ്പഷ്ടശ്രീകൾ 5, എല്ലാം 5 ആയിരിക്കും. ഒറ്റ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ചന്ദ്രൻ, ശിവനും പാർവതി, ശിവനെ വയ്ക്കും ചന്ദ്രക്കലകൾ. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ നമ്മൾ ഗ്യാപ്പ് ഇടണത് നമ്മുടെ ചരട് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തല തിരിച്ചും പല രീതിയിലൊക്കെ ചിലവർ ഒട്ടിക്കും. ചിലവർക്ക് ഇതെന്താ എങ്ങനെയാണ് വാങ്ങുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് വാങ്ങാൻ. ഇടയ്ക്ക് എൻ്റെ അമ്മായി ഒന്ന് വന്നിട്ട് എന്നോട് പറയും ഞാൻ സഹായിക്കാം കേട്ടോ എന്ന്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അമ്മായി പറയും അയ്യോ മോളെ തണ്ടൽ വേദനയായി പോട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞ് മുങ്ങും. അപ്പം ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഫെവി ബോണ്ടാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോവും, അങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് പോവും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചീതപ്പുളി വെച്ചിട്ട് ഒട്ടിക്കാൻ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ അത് നമുക്ക് എന്തായാലും വാങ്ങണം സാധനങ്ങൾ. അപ്പോൾ അത് ഒരുമിച്ചുള്ളത് വാങ്ങാൻ നല്ലത്. പിന്നെ ത്രിമൂർത്തികൾക്ക് ചീതപ്പുളി ഒട്ടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷേപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷേപ്പ് നഷ്ടപ്പെടാതെ കറക്റ്റായി ഒട്ടിക്കുക. അപ്പോൾ ചില ബന്ധുക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ അമ്മായി ഞാൻ വെറുതെ ഇരിക്കില്ല, കാരണം എത്രയും ഉണ്ടാക്കാൻ ഭയങ്കര ക്ഷമയും ഭയങ്കര തണ്ടൽ വേദനയും എടുക്കുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ബിസിനസ്സായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഓർഡറുകൾ, അതായത് കുറച്ച് ഗ്യാപ്പൊക്കെ വെച്ചിട്ട് ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഞാൻ എനിക്കിത് ഇഷ്ടമായി പിന്നീട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ അതേപോലെ ഇത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് വളരെയധികം നല്ല ഹാപ്പിനെസ് കിട്ടും നമുക്ക്. പിന്നെ ഞാനിത് ഉണ്ടാക്കണ കണ്ടപ്പോൾ എൻ്റെ അമ്മായി അതിൽ നിന്ന് നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മായും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ആദ്യം എനിക്ക് ആദ്യത്തെ ടൈമിൽ തണ്ടൽ വേദന ഉണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട്. ഈ സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ തണ്ടൽ വേദന സ്വന്തം, അത് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇതെൻ്റെ ജീവിതകാലം മുഴുവൻ ഈ തണ്ടൽ വേദന ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ തണ്ടൽ വേദനയെ ഞാൻ സ്വയം എൻ്റെ ഇതിലേക്ക് ആക്കി മാറ്റിയിട്ട് ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ട് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. താഴത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങണേന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെയധികമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറണ്ടൊക്കെ പോവും. പിന്നെ അതേപോലെ തന്നെ ക്ഷമയുടെ നെല്ലിപ്പല അങ്ങോട്ട് ഇളകാൻ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ ഈ ഫെവി ബോണ്ട് നമ്മളെ ചതിക്കും, കയ്യിലങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട്. അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഗം അന്വേഷിച്ച് ഗമ്മ് വാരിക്കൊരു തേച്ച് കഴിഞ്ഞാൽ ഗം അങ്ങോട്ട് കഴിയും. ഞാൻ വിചാരിച്ചു കുറച്ച് മതിയാവുന്ന, പിന്നെ ഞാൻ ഇപ്പുറത്ത് ഇരിക്കുന്ന ആ കുമിളകളില്ല അത് സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇനി എങ്ങാനും മതിയായില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങുക, കുമിളകൾ. കാരണം നമ്മളൊരു പാക്കറ്റിൽ വാങ്ങിയെങ്കിലും കുമിളകൾ നമുക്ക് ആവശ്യം വരും. കാരണം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ തന്നെ വെച്ചിട്ട് അടുത്ത് വേറെ ഒരെണ്ണം ഉണ്ടാക്കാനേ. അപ്പോൾ അത് കാരണമാണ് ഞാൻ രണ്ടാമതൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മായി വന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഔട്ടറൊക്കെ നന്നാക്കി ചെയ്യുക. പിന്നെ ആദ്യത്തേൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ല പറയാം. ആദ്യത്തെ കൺമണി എന്നും അമ്മയ്ക്ക് പ്രിയപ്പെട്ടതായിരിക്കും. ഇതേപോലെ വീണ്ടും ഉണ്ടാക്കിയത് രണ്ടാമത്തെ ഉണ്ടാക്കിയത് നന്നായി ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാ കുമിളകളും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ചരട് ചുറ്റാനാണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നും കാർഡ്ബോർഡ് എടുത്ത് വെട്ടിയെടുത്തു. അതിലേക്ക് ഒരു 10 ചുറ്റ് ഒരു 10 ചുറ്റ് നീളത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അത് ചുറ്റിയത് മാറ്റി വയ്ക്കുക, അടുത്തത് ചുറ്റുക, അല്ലെങ്കിൽ ഓരോന്ന് ചുറ്റിയിട്ട് ഒരു കയറ് നമ്മൾ 2 മുറുക്കി കിട്ടുക 2 സൈഡിലേക്കായിട്ട്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കെട്ടുന്നതാണ്. അത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് കെട്ടാനൊന്നും അറിയില്ലല്ലോ പെട്ടു പോവുമെന്ന്. അതൊന്നും പേടിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ കെട്ടണത് നോക്കിക്കോളൂ. നട്ടു, അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വലിച്ചു മുറുക്കി. ഓക്കെ. പിന്നെ മൂലഗണപതിയുടെ അവിടെയാണ് ഞാൻ കൂടുതൽ, അവിടെ ഒരു 10 റോ ഇടുന്നുണ്ട്. അതാണ് എൻ്റെ മോള് എത്തിച്ച് നോക്കുകയാണ് എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 2ാമത്തെ ആഴ്ച ഇതുണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, 5 മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. മോൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അമ്പലത്തിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ എനിക്ക് ചരട് കെട്ടി ആദ്യം വെക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചരട് കെട്ടി. അത് കഴിഞ്ഞതിന് ശേഷം കുമിളകൾ ഒട്ടിക്കുകയാണ്. കുമിള ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക് പിടിച്ച പണിയാണ്. നല്ല റൗണ്ടിൽ ഒട്ടിക്കുക കേട്ടോ. നമുക്ക് റൗണ്ടിൽ ഒട്ടിക്കുമ്പോഴാണ് കൂടുതൽ ഗ്ലാമർ ആവുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വട്ടത്തിൽ ഇപ്പം എൻ്റെ മോള് എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ട്. മോളേനെയും കൂട്ടിയിട്ടാണ് അടുത്തത് ഒട്ടിക്കുന്നത്. ഗമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് വിഷമായി ഗമ്മ് കഴിഞ്ഞ് മോളിരുന്ന് നോക്കണേ. ഈ അമ്മയ്ക്ക് ഒരു പണിയില്ലേ എന്ന് വിചാരിച്ച് നോക്കുകയാണ്. അമ്മയ്ക്ക് വലിയ പണി കിട്ടിയിരിക്കുക മോനെ, അതുകൊണ്ട് അമ്മ ഇരുന്ന് ഒട്ടിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അതിലൊന്നും തൊടണില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടത് കാണുമ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ട് അവൻ ചിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം കുമിളകൾ ഒട്ടിച്ച് കഴിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് മുകളിലേക്ക്. ഓരോ ഭാഗം ഒട്ടിക്കുമ്പോഴും ഇതിപ്പോൾ കഴിയോ ഇതൊന്ന് തൂക്കാൻ പറ്റുമോ. എൻ്റെ വീട്ടിൽ ആദ്യം ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞ് വേണ്ട, നിനക്ക് അറിയാത്ത പണിയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മറ്റേത് ഒട്ടിക്കാനാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചു. അപ്പോൾ മൂലഗണപതിയുടെ ഭാഗത്ത് വരണം കുറച്ച് നീളത്തിലാക്കുക. പിന്നെ അപ്പുറത്തും ഒരേ കളറ് തന്നെ കൊടുക്കുകയായിരിക്കും ബെറ്റർ കേട്ടോ. അങ്ങനെ ആ ചരട് കെട്ടാനൊക്കെ സമയം പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദിവസത്തെ പണിയാട്ടോ അതൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഗമ്മ് ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഗമ്മ് ഒട്ടിയില്ലെങ്കിൽ ഓരോന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരും കേട്ടോ. പിന്നെ മുകളിലെ കാർഡ്ബോർഡ് പെട്ടി വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അതായത് ബാക്കി വന്നപ്പോൾ എനിക്ക് വിഷമമായി ഇനി എന്ത് ചെയ്യുന്ന. അപ്പം ഞാൻ അടുത്ത നെറ്റിപ്പാട്ടം ഉണ്ടാക്കി. അങ്ങനെ 2 നെറ്റിപ്പാട്ടം അടുപ്പിച്ച് ഉണ്ടാക്കി കേട്ടോ. ഒരെണ്ണം എൻ്റെ വീട്ടിലേക്കോ ഒരെണ്ണം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കോ, പിന്നെ ഇനി ഒരെണ്ണം വരും, അതെൻ്റെ അമ്മായിക്കും. അപ്പോൾ ബൈ.